പുറത്തറിഞ്ഞതിന് പിന്നാലെയാണ് നഗരപരിധിയിൽ മോഷണം വ്യാപകമായത്. ആളില്ലാത്ത വീടാണ് പ്രധാനമായും മോഷ്ടാവ് ലക്ഷ്യം വെക്കുന്നത്. വില കുതിച്ചുയർന്നതുകൊണ്ടാവാം മോഷ്ടിക്കുന്നത് അത്രയും സ്വർണവും. പറമ്പിൽ ബസാർ സ്വദേശി വിഷ്ണുവിന്റെ വീട്ടിൽ നിന്നും 25 പവനും ചേവരമ്പലം സ്വദേശി ഡോക്ടർ ഗായത്രിയുടെ വീട്ടിൽ നിന്നും 45ഓളം പവനുമാണ് മോഷണം പോയത്. കക്കോടിയിലും ഇതേപോലെ മോഷണം നടന്നിരുന്നു. ചേവായൂർ സ്റ്റേഷൻ പരിധിയിൽ വ്യാപകമായി കവർച്ച നടക്കുന്ന സാഹചര്യത്തിൽ വീട്ടിൽ സ്വർണം സൂക്ഷിച്ചു പോകുന്നവർ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് മെഡിക്കൽ കോളേജ് ACP A. ഉമേഷ് പറഞ്ഞു. വീട് പൂട്ടി പോകുമ്പോൾ 10, 40, 25 പവനൊക്കെ വീട്ടിൽ വെച്ച് പോകുന്നവർ ഒന്നുകൂടി ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ പിടിക്കാം, പോലീസ് കേസിൽ പിടിക്കും. ഈ പിടിക്കുമ്പോൾ പലപ്പോഴും എത്രത്തോളം കിട്ടുമെന്ന കാര്യം ഉറപ്പില്ല. അവർ ചിലവാക്കി പോകും. ആ റിക്കവറി കിട്ടൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ കേസ് ഉണ്ടാകുന്നതിനേക്കാളേറെ വീടുകളിൽ അടച്ചുവിട്ട് പോകുന്ന സമയത്ത് പോലീസ് ആപ്പിൽ അറിയിക്കാനുള്ള സംവിധാനം ചെയ്യുക. അതോടൊപ്പം തന്നെ വീട്ടിൽ വലിയ സ്വർണ്ണ ശേഖരണങ്ങളൊക്കെ വെച്ച് വളരെ അലക്ഷ്യമായി പോകുന്ന ഒരവസ്ഥ ഉണ്ട്. അതും ഒരു ശ്രദ്ധയിലുണ്ടാവണം എന്നൊരു അവയർനെസ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ്. പറമ്പിൽ ബസാറിൽ നിന്നും 25 പവൻ സ്വർണം മോഷ്ടിച്ച പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. കക്കോടി സ്വദേശി അഖിലാണ് ചേവായൂർ പോലീസിന്റെ പിടിയിലായത്. സ്വർണം വീണ്ടെടുക്കാനുള്ള ശ്രമവും പോലീസ് ആരംഭിച്ചു. എന്നാൽ 45 പവൻ സ്വർണം കവർന്ന കേസിൽ പ്രതിക്ക് അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്.